മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷി കപ്പ കൃഷിയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കപ്പത്തണ്ട് ഏത്തക്കപ്പ എന്ന പേരിൽ അറിയപ്പെടുന്നു. വളരെ സ്വാദിഷ്ടമായ കിഴങ്ങുണ്ടാകുന്നതായ ഒരു കപ്പ ഇനമാണ്. അപ്പോൾ ഇത് ഈ കപ്പ ഏത്തക്കപ്പ എന്ന പേര് കിട്ടിയ എനിക്ക് തോന്നുന്നു ഈ കപ്പ പാചകം ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ പുഴുങ്ങുന്നുണ്ടേ, ഇപ്പോൾ ഈ കപ്പ നമ്മൾ പറിച്ചെടുത്ത് പുഴുങ്ങുന്നുണ്ടേ അതിന് ഏത്തക്ക പുഴുങ്ങുമ്പോൾ കിട്ടുന്ന ഒരു നിറമാണ്. അതേപോലെ ഏത്തക്കയുടെ ഒരു രുചിയും നമുക്കതിന് ലഭിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതായിരിക്കാം ഇതിന് ഏത്തക്കപ്പ എന്ന പേര് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോഴേ നമ്മൾ ഇതുവരെ നട്ടതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കൃഷി രീതിയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇത്തരത്തിൽ പുതിയ പുതിയ കൃഷി രീതി എന്ന് പറയുമ്പോഴേ ഒരാൾക്ക് ആ ആൾക്ക് ഉള്ള സ്ഥലത്ത്, നമുക്ക് ഇപ്പം സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുവാണ്, ഉള്ള സ്ഥലത്ത് നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായി ചെയ്തു വന്നിരുന്ന ആ കിഴങ്ങ് വർഗ്ഗ വിളകളും പച്ചക്കറി വിളകളും അതുപോലെ തന്നെ പഴവർഗ്ഗ വിളകളും ഒക്കെ കൃഷി ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ മറ്റാരുടെയും സഹായമില്ലാതെ തന്നെ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് തൊഴിലാളികളെ ഒന്നും ഉൾപ്പെടുത്താതെ തന്നെ ഒറ്റയ്ക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നതും എന്നാൽ കൂടുതൽ ആദായം ലഭിക്കുന്നതും ചിലവ് കുറഞ്ഞതുമായ കൃഷി രീതികളാണ് ഇലഞ്ഞൂർ ബ്ലോഗിലൂടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കൃഷി രീതികൾ, കൃഷി കാഴ്ചകൾ, കൃഷി അറിവുകൾ അത് ശേഖരിക്കണം. അതുപോലെ തന്നെ ഇത് സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം. കാരണം കൃഷി എന്ന് പറഞ്ഞാൽ ഒരു സംസ്കാരമാണ്. കൃഷി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജീവജാലങ്ങളുടെ നിലനിൽപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഇത് കേൾക്കുന്ന അറിവുകൾ ദയവായി മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, അത് ഷെയർ ചെയ്യുക. ഒപ്പം നാളിതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ വരെ എനിക്ക് വേണ്ടത്ര പ്രോത്സാഹനങ്ങളും ഒക്കെ നൽകിക്കൊണ്ടിരിക്കുന്ന എനിക്കൊരു ശക്തി ഗോപുരമായി എൻ്റെ മുന്നിൽ നിലയുറപ്പിച്ചിട്ടുള്ള എൻ്റെ മാന്യ സുഹൃത്തുക്കൾക്ക് ഞാൻ കൃത്യമായി നന്ദി പറയുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് ഈ കപ്പത്തണ്ട് നിങ്ങൾ നോക്കിയിട്ട്, സാധാരണ ഈ കവരമൊക്കെ നമ്മളങ്ങ് മുറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഞാൻ ഈ കവരം ഇത് നിർത്തിയിരിക്കുകയാണ്. ഇതിന് 4 കവരമുണ്ട്, ഇതിന് 3 കവരമുണ്ട്. ഒപ്പം ഇതിന് മോതിരവളയം ഇട്ടുണ്ട്. നോക്കിയാട്ടെ, മോതിരവളയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഇങ്ങനെ വട്ടം 2 കണ്ണിന് മുകളിലായിട്ട് വട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് തൊലി നമ്മൾ മാറ്റി കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ 2 കൂന, ഇവിടെ 2 കൂന നോക്കിയിട്ട് 2 കൂന കൂട്ടിട്ടുണ്ട്. ഈ കൂനയിൽ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന വളം എന്ന് പറഞ്ഞാൽ എല്ലുപൊടിയും അതുപോലെ തന്നെ വെണ്ണീർ കമ്പോസ്റ്റ്, ചാര കമ്പോസ്റ്റ് എന്ന് പറയുന്ന വളവുമാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇട്ട് കൊടുത്താണ് ഇത് ഇങ്ങനെ കൂന കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കൂന കൂട്ടിയിരിക്കുന്ന ആ കൂനയിലാണ് ഞാൻ ഈ കപ്പ നടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കപ്പത്തണ്ട് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ഞാനിത് പറയുന്നത് ദോഷൈതൃക്കുകൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ കൃഷി എന്ന് പറയുമ്പോൾ, കൃഷി ചെയ്യുമ്പോൾ കൃഷിയോട് സ്നേഹമുണ്ടായിരിക്കണം. കൃഷി വിജയിക്കുന്നുള്ളൊരു ചിന്ത മനസ്സിൽ നിലനിർത്താൻ കഴിയണം. അതുപോലെ തന്നെ മണ്ണിനോടും വളത്തിനോടും ഒക്കെ താതാത്മ്യം പ്രാപിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കഴിവും മാനസികാവസ്ഥ ഉണ്ടായെങ്കിൽ മാത്രമേ കൃഷി വിജയിക്കത്തുള്ളൂ എന്ന് ഈ ദോഷൈതൃക്കുകളെ ഞാൻ ബോധ്യപ്പെടുത്തിയാണ്. അല്ലാത്തവരൊക്കെ പരീക്ഷിച്ച് വിജയിച്ചിട്ടുണ്ട്. അഥവാ ഒരു വട്ടം പരാജയപ്പെട്ടാലും പിന്നീട് വിജയിക്കുന്നവരെ അവർ പരീക്ഷണങ്ങൾ നടത്തി നോക്കുന്നുണ്ട്. അതിനൊക്കെ അവരെന്നെ അറിയിക്കുന്നുണ്ട്. അപ്പം എൻ്റെ പല സുഹൃത്തുക്കളും ഞാൻ ചെയ്യുന്ന കൃഷി രീതികൾ കണ്ട അവരുടെ മുറ്റത്തൊക്കെ പല വിധത്തിലുള്ള കൃഷികൾ ചെയ്തതായിട്ട് ഫോട്ടോയും ഒക്കെ എനിക്ക് അയച്ചു തരുന്നുണ്ട്. അതിലൊക്കെ എനിക്ക് വളരെയധികം സ്നേഹവും ഒപ്പം സന്തോഷവും തോന്നുന്നുണ്ട്. അപ്പോൾ ഇത് കപ്പത്തണ്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ കപ്പ വിളവെടുത്തതിന് ശേഷം മിനിമം ഒരു 3 മാസം, ഒരു മാസം മുതൽ 3 മാസം വരെ കപ്പത്തണ്ട് മാറ്റി തണലത്ത് വെച്ചതിന് ശേഷമുള്ള കപ്പത്തണ്ട് മാത്രമേ നമ്മൾ നടാനായിട്ട് എടുക്കാവൂ. പിന്നെ മറ്റൊന്നെന്ന് വെച്ചാൽ, കപ്പ നടാനുള്ള സ്ഥലം കപ്പ തന്നെ വീണ്ടും കപ്പ പറിച്ചെടുത്തതിന് ശേഷം ഈ പറഞ്ഞോട് 1 മാസം മുതൽ 3 മാസം വരെ കപ്പ നടാത്ത സ്ഥലത്ത് വേണം നമ്മൾ കപ്പ നടാൻ വേണ്ടി ശ്രമിക്കാൻ. അതായത് ഒരു കൃഷി ചെയ്തിട്ട് വീണ്ടും അതേ കൃഷി ചെയ്താൽ മറ്റൊരു കൃഷി അവിടെ ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ കപ്പ നടാൻ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല മാതൃസസ്യത്തിൻ്റെ ഇപ്പം നമ്മൾ 100 മൂട് കപ്പ ഇടുവാണെങ്കിൽ 100 മൂടും കരുത്തോടെ ശക്തിയോടെ നല്ല വിളവ് ലഭിക്കണമെന്നില്ല. അതിൽ ഏറ്റവും കൂടുതൽ വിളവ് ലഭിക്കുന്ന കപ്പത്തണ്ട്, ആ തണ്ട് തിരഞ്ഞെടുത്ത് വേണം നമ്മൾ നടാൻ. പിന്നെ എൻ്റെ ഒരു കൃഷി എന്ന് വെച്ചാൽ ജൈവ കൃഷിയാണ്. അതുകൊണ്ട് തന്നെ രാസവളങ്ങളൊന്നും തന്നെ നമ്മൾ പ്രയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കപ്പ നടാനുള്ള ഈ കൂന തയ്യാറാക്കിയപ്പോൾ ഇതിനകത്ത് കുമ്മായവും അതേപോലെ മറ്റൊന്നും ഇടേണ്ട കാര്യമില്ല. കാരണം
വർഷങ്ങളായി ഞാനിവിടെ ജൈവ വളങ്ങളാണ് കൃഷി ഇടുന്നത്. എന്ന് വെച്ചാൽ തോല്, കരിയില, അതുപോലെ തന്നെ പിണ്ണാക്ക് വളങ്ങൾ, എല്ലുപൊടി, പിന്നെ പോച്ചകൾ, ഇതൊക്കെ ഇടുന്നത്. അപ്പോൾ ഇതിനകത്ത് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളും ഇതിനകത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ പിന്നെ കുമ്മായൊന്നും ചേർക്കേണ്ട യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ കൂന നമ്മൾ കൂട്ടിയതിന് ശേഷം ഒരിക്കലും നമ്മൾ ചീനിക്കമ്പ് ഇങ്ങനെ അങ്ങ് ഊന്നരുത്. നമ്മൾ ഇതിപ്പം ഈ രണ്ട് കണ്ണും മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ, ഇവിടം വരെ മണ്ണ് നിൽക്കത്തക്ക രീതിയിൽ വേണം ഇത് നടാൻ. അപ്പം നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒരു കുഴിയെടുത്ത് ആ കുഴിക്കകത്തോട്ട് ഇവിടെ വരെ ഇറക്കി വെച്ചിട്ട് ഭംഗിയായിട്ട് കൈ കൊണ്ട് ഉറപ്പിക്കണം. അങ്ങനെയാണ് കപ്പ നടേണ്ടത്. അപ്പം അങ്ങനെ കപ്പ നടുന്നുണ്ടേ ഇവിടെ നിന്നും 2 കണ്ണ് കിളിച്ചു വരും, ഇവിടെ നിന്നും 2 കണ്ണ് വിളിച്ചു വരും. ഈ 4 കണ്ണ് നമ്മൾ വൃത്തിയാക്കണം. അപ്പം എന്തിനാണെന്നറിയോ, ഇത് കുറച്ച് വളർന്നു വരുന്നേ, ഇത് ഈ നമ്മൾ ഈ പിന്നെ മോതിരവള ഇട്ട ഭാഗം ദുർബലമാകുന്നേ 2 തട്ടുകളായിട്ട് കിഴങ്ങ് കിട്ടും. അപ്പം ഇവിടെ ഈ കമ്പുകൾ, ഇവിടെ നിന്ന് കിളിച്ച് വരുന്ന കമ്പുകളിൽ പിടിച്ച് പൊക്കുന്നുണ്ടേ ഇതും ആ കിഴങ്ങ് കൂടെ പോയിട്ടും, ഇവിടെ നിന്ന് കിളിച്ച് വരുന്ന കമ്പുകളെ പിടിച്ച് പൊക്കുന്നുണ്ടേ അതും അതിൻ്റെ കിഴങ്ങ്, 2 ലെയറായിട്ട് നമുക്ക് കപ്പ കിട്ടും. അപ്പം വളം ചെയ്യുമ്പോൾ നമ്മൾ എല്ലുപൊടിയും ചാരവും അതുപോലെ തന്നെ ഈ കടലപ്പിണ്ണാക്ക് കുതിർത്ത് അതുമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ആഴ്ചോറും കടലപ്പിണ്ണാക്ക് കുതിർത്ത് ഒഴിച്ചു കൊടുക്കുകയും എല്ലുപൊടിയും ചാരവും ഒരു 3ഓ 4ഓ പ്രാവശ്യം ഇട്ട് മണ്ണ് ഇളക്കി കൊടുക്കുകയും നമ്മൾ ചെയ്താൽ മതി. നല്ല രീതിയിലുള്ള വിളവ് ഇതിനകത്ത് ലഭിക്കും. പിന്നെ മറ്റൊരു പ്രത്യേകത ഉള്ളത്, നമ്മൾ ഇത് എടുത്തിരിക്കുന്ന കമ്പെന്ന് പറയുമ്പോഴേ ചീനിയുടെ, അതായത് കപ്പത്തണ്ടിൻ്റെ ഏറ്റവും മുകളിലത്തെ ഭാഗമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അടിയിലത്തെ കമ്പുകൾ കിളിക്കുന്നതിനേക്കാട്ട് വളരെ പെട്ടെന്ന് ഇത് കിളിച്ച് വരും എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ നിറയെ വേരുകളും ഉണ്ടാവും. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട്, നമ്മൾ സാധാരണ ഇതൊക്കെ കളയുകയാണ് ചെയ്യുന്നത്. പകരം ഇത് നട്ടാൽ വളരെ പെട്ടെന്ന് ഇഷ്ടം പോലെ വേരുകൾ ഇറങ്ങും, ഒപ്പം പെട്ടെന്ന് കിളിക്കുകയും ചെയ്യും. അപ്പം ഇപ്പം മഴയൊക്കെ പെയ്ത്, വേനൽമഴയൊക്കെ പെയ്ത് നല്ല രീതിയിൽ മണ്ണൊക്കെ ഇളകി കിടക്കുകയാണ്, നനഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ നമുക്കിപ്പോൾ കപ്പ നടാൻ ഏറ്റവും പറ്റിയ സമയമാണ്. അപ്പോൾ നമ്മൾ നടുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. പിന്നെ കപ്പയെപ്പറ്റി നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, ഇന്ന് ഈ ക്ഷുദ്രജീവികൾ മുമ്പന്നത്തേക്കാളും കൂടുതൽ വ്യാപിച്ചിരിക്കുകയാണ്. അപ്പം ഇപ്പോൾ ഇവിടെ ഞാൻ വേറെ കപ്പ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കർഷകരെന്നും ശത്രുക്കളോട്, പ്രകൃതി ശക്തികളോടും ഒക്കെ പടപൊരുതിയാണ് പിന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത്. അത് മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ തസ്കരന്മാരായിരുന്നു, അതുപോലെ തന്നെ ക്ഷുദ്രജീവികളുണ്ടായിരുന്നു, പ്രകൃതി ശല്യങ്ങളുണ്ടായിരുന്നു. ഇപ്പം ഇതിനോടൊപ്പം തന്നെ ഈ ക്ഷുദ്രജീവികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുക. അതായത് കാട്ടുപന്നി, മുൻകാലങ്ങളിലും കേരളത്തിലില്ലാത്തായിരുന്നു കാട്ടുപന്നികൾ. ഇപ്പോൾ കുറേ കാലം കൊണ്ട് കാട്ടുപന്നി വ്യാപകമായിട്ട് നമ്മുടെ പുരയിടങ്ങളിലെ കൃഷികൾ നശിപ്പിക്കുന്നുണ്ട്. ഈ കാട്ടുപന്നികൾ പെറ്റി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പലരും ഇന്ന് അവരുടെ ഭൂമികളെ തരിശാക്കി ഇട്ടിരിക്കുകയാണ്. അവിടെ എല്ലാം കാട് പിടിക്കുകയാണ്. ആ കാട് പിടിച്ചെടുത്ത് വീണ്ടും ഈ പന്നികൾ വരികയും അവിടെ വീണ്ടും പെറ്റുപെരുകി കൃഷിക്ക് വൻപിച്ച നാശം ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. പ്രധാനമായിട്ടും കിഴങ്ങ് വർഗ്ഗ വിളകളാണ് നശിക്കുന്നത്. എല്ലാ വിളകളും നശിപ്പിക്കുമെങ്കിലും പ്രധാനമായിട്ടും കിഴങ്ങ് വർഗ്ഗ വിളകളാണ് നശിപ്പിക്കുന്നത്. അപ്പം ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, തെറ്റിക്കൊടുവേലി എന്ന് പറയുന്ന ഒരു കൊടുവേലിയുണ്ട്. ഈ കൊടുവേലി കൊണ്ട് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് പന്നി വരത്തില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പം അതിൻ്റെ ഒരു വീട് ഞാൻ പ്രത്യേകിച്ചിടാം. അത് കൃഷി ചെയ്യുന്നവർ, പന്നികളെ വലിയ വ്യാപകമായ ശല്യമുള്ളവർ ചെത്തിക്കൊടുവേലി ഈ കൃഷിയുടെ ഇടയ്ക്ക് വെച്ച് പിടിപ്പിച്ചാൽ 2 ലാഭമാണുള്ളത്. ഒന്ന്, ആ കൊടുവേലി കളച്ചു കൊടുത്ത് നമുക്ക് പൈസ വാങ്ങിക്കാം. ഒപ്പം നമ്മൾ നട്ടിരിക്കുന്ന ഈ കൃഷിക്ക് യാതൊരുവിധ ദോഷങ്ങളുമില്ലാതെ നല്ല രീതിയിൽ ഈ കിഴങ്ങ് വർഗ്ഗ വിളകൾ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും. അപ്പം ഇനി നമുക്ക് ഇതുകൊണ്ട് നടാം. ഇത് ഞാൻ ആ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെയാണ്. അതാണ്ട് ഇവിടം വരെ മണ്ണിനടിയിൽ വരത്തക്ക രീതിയിൽ വേണം നമ്മൾ നട്ടു കൊടുക്കാൻ. ഓക്കെ. പ്രിയ സുഹൃത്തുക്കളെ, കുറച്ച് സ്ഥലമുള്ളവർ കൂടുതൽ വിളവ് ലഭിക്കാൻ ഇത്തരത്തിൽ നിന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അത് വിജയമായിരിക്കും. ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ്. ദോഷൈതൃക്കൾ ഇത് ചെയ്യാതെ തന്നെ, പരീക്ഷിക്കാതെ തന്നെ പറയും ഇത് ശരിയല്ലെന്ന്. അവരെ കാണാതിരിക്കുക, അവരെ നമ്മൾ പിന്നെ ആ വശം അങ്ങ് അടച്ചേക്കുക. ദോഷൈതൃക്കൾ സ്വയം ദോഷൈതൃക്കളായിട്ട് മാറി സ്വയം നശിച്ചു പോകും ഏതായാലും. അതുകൊണ്ട് ദോഷൈതൃക്കളെ നിങ്ങൾക്കിവിടെ സ്ഥാനമില്ല. ഇത് കൃഷിയെ സ്നേഹിക്കുന്നവർക്കും കൃഷിയുടെ സംസ്കാരം നിലനിർത്തുന്നവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.